എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആഭേരി രാഗത്തിലുള്ള നഗുമോമു എന്ന് തുടങ്ങുന്ന കൃതിയുടെ പല്ലവി ഒന്ന് പഠിക്കാം നമുക്ക്. ഇത് ഒരു ത്യാഗരാജ കൃതിയാണ്. ആദ്യ താളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആഭേരി 22ാമത്തെ മേളകർത്ത രാഗമായ ഖരഹരപ്രിയയുടെ ജന്യരാഗമാണ്. ഇതൊരു ഔഡവ സമ്പൂർണ്ണ രാഗമാണ്. ഔഡവ സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ സമ്പൂർണ്ണമായിട്ട് എല്ലാ നോട്ട്സും ഉണ്ട്. ആരോഹണത്തിൽ ഋഷഭം, ധൈവതം എന്നീ സ്വരങ്ങൾ വർജിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത് ഖരഹരപ്രിയയുടെ ജന്യം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഖരഹരപ്രിയയുടെ സ്വരങ്ങളാണ് വരുന്നത്. ആരോഹണ സഞ്ചാരത്തിൽ ഋഷഭവും ധൈവതവും വർജിച്ചാണ് സ്വര പാറ്റേൺസ് വരുന്നത്. അപ്പോൾ ഷഡ്ജവും പഞ്ചമവും കൂടാതെ ചതുശ്രീ ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രീ ദൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ. ഈ ആഭേരി എന്ന രാഗം നമ്മളിപ്പോൾ പൊതുവെ പരക്കെ ആഭേരി എന്ന് പറയപ്പെടുന്ന ഈ രാഗത്തിനെ ദീക്ഷിതരുടെ രാഗ സിസ്റ്റത്തിൽ കർണാടക ദേവഗാന്ധാരി എന്നാണ് പറഞ്ഞിരുന്നത്. കർണാടക ദേവഗാന്ധാരി. ആഭേരി അദ്ദേഹത്തിൻ്റെ രാഗ സിസ്റ്റത്തിലെ ആഭേരിക്ക് ശുദ്ധ ധൈവതമായിരുന്നു ആണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ശുദ്ധ ധൈവതമാണ്. പക്ഷേ ഇപ്പോൾ ആഭേരി എന്ന പേരിലാണ് നമ്മൾ കൃതികളെല്ലാം പഠിക്കുന്നതും. ഒരുപാട് കൃതികളുണ്ട്, അതെല്ലാം പഠിക്കുന്നത് ആഭേരി രാഗത്തിലാണ്, ആഭേരി എന്ന പേരിലാണ്. പക്ഷേ ആഭേരി പഴയ ആ ദീക്ഷിതരുടെ രാഗ സിസ്റ്റത്തിൽ കർണാടക ദേവഗാന്ധാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്കിതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് പാടി നോക്കാം. സ ഗ മ പ നി സ സ നി ധ പ മ ഗ രി നി സ സ ഗ മ പ നി സ സ നി ധ പ മ ഗ രി നി സ. ദീക്ഷിതരുടെ രാഗസമ്പ്രദായത്തിൽ ആഭേരിക്ക് ശുദ്ധ ദൈവതമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. സ ഗ മ പ നി സ സ നി ധ പ മ ഗ രി നി സ. ഈ ആഭേരിയിൽ ഈ നഗുമോമു കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള 3-4 കൃതികൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കൃതിയുണ്ട്. മൈസൂർ വാസുദേവാചാര്യരുടെ ദീക്ഷിതരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവീകൃതി. പഞ്ചാഷഡ്പീഠരൂപിണി അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കൃതികൾ നമുക്ക് ഈ ആഭേരിയിൽ കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ പല്ലവി ഒന്ന് നോക്കാം. പല്ലവി സാഹിത്യം വരുന്നത് നഗുമോമു ഗനലേനി നാ ജാലി തെലിസി. നമ്മൾ അതിൻ്റെ സാഹിത്യം കേട്ടിരിക്കുന്നത് നഗുമോ മോഗനലെ നീനാ ജാലി എന്നൊക്കെയാണ്. അപ്പം പക്ഷേ ഇത് തെലുഗു സാഹിത്യമാണ്, തെലുഗുവാണ് ഇതിൻ്റെ ലാംഗ്വേജ്. അപ്പം നഗുമോമു ഗനലേനി നാ ജാലി തെലിസി നനുബ്രോവക രാധ ശ്രീ രഘുവരനി. ഇതാണ് സാഹിത്യം വരുന്നത്. നമുക്ക് പാടി നോക്കാം. നഗുമോമു ഗനലേനി നാ ജാലി തെലിസി. ആദ്യം ഒരു പ്ലെയിൻ സംഗതിയാണ്, വലിയ ബഹളമൊന്നുമില്ലാത്ത ഒരു പ്ലെയിൻ സംഗതി. വൺസ് പാടിയാൽ മതി അത്. അപ്പം അത് രണ്ടാമത് പാടുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് പാടുന്നു. അപ്പം സംഗതികളെല്ലാം 2 times പാടുന്നതാണല്ലോ ഒരു രീതി. അപ്പം പ പ പ പ നഗുമോമു ഗനലേനി മമ ഗ മ മ നാ ജാലി മഗ ഗ ഗരി രി സ തെലിസി നി സ
സഗരി സഗമ ഗമ പ നഗുമോ മുഗനലേനി നജാലി തെല്ലിസി. വൺസ് പാടുക. ഇത് രണ്ടാമത് പാടുമ്പോഴത്തേക്ക് ഒരു ചെറിയ വ്യത്യാസം കൊടുത്ത് നഗുമോ മുഗന മൂ പാടുവ പാടുവ മുഗനലേനി നജാലി തെല്ലിസി. അങ്ങനെ ഫസ്റ്റ് സംഗതി. രണ്ടാമത്തെ സംഗതി വരുന്നത് നഗുമോ മുഗനലേനി നഗുമോ നഗുമോ ഓമോ പസ്നിനി ഓമോ ഗനലേനി പസ്നിനി നിദം ദവമ നാ നാജാലി നാ ഗമദവമ നാജാലി ഗമദവമ ഗരിസ തെല്ലിസി. തെല്ലിസി ആദ്യത്തെ പോലെ തന്നെ വരും. അപ്പം നഗുമോ ഓമോ ഗനലേനി നാജാലി തെല്ലിസി. രണ്ടാമത്തെ സംഗതി അങ്ങനെ. അടുത്ത മൂന്നാമത്തെ സംഗതി നഗുമോ ഓമോ ഗനലേനി. അത് രണ്ടാമത്തെ പോലെ തന്നെയാണ് അത്രയും വരുന്നത്. അതിൻ്റെ ബാക്കിക്കാണ് വ്യത്യാസം വരുന്നത്. നാജാലി സമഗമ സമഗമ മദപമ മദപമ നാജാലി ഗമഗരിസ തെല്ലിസി. നഗുമോ ഓമോ ഗനലേനി നാജാലി തെല്ലിസി. അത് മൂന്നാമത്തെ സംഗതി. അടുത്ത സംഗതി നമുക്ക് നോക്കാം. നഗുമോ ഓമോ അത് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. നഗുമോ ഓമോ പസനിസ ഗനലേനി ഗനലേനി സ ഗ സ സ സനി സനി ഗ സനി നി ന ധ പ പ മ നാജാലി ഗമ ഗമ പ ധ പ മ ഗമ ഗരിസ. നഗുമോ ഓമോ ഗനലേനി നാജാലി തെല്ലിസി. സിക്ക് ചെറിയൊരു മൃഗ കൊടുക്കുന്നു. തെല്ലിസി സോറി തെല്ലിസി. തെല്ലിസിക്ക് ടോട്ടലി വ്യത്യാസം വരുന്നുണ്ട്. ആദ്യം തെല്ലിസി ആയിരുന്നു. നാലാമത്തെ സംഗതി വരുമ്പോഴത്തേക്ക് തെല്ലിസി നിസ നിസ ഗരിസ ഗരിസ തെല്ലിസി. അത് എൻഡിൽ സെയിം തന്നെയാണ്. സഗമ ഗമ പ. അപ്പം നാലാമത്തെ സംഗതി നഗുമോ ഓമോ ഗനലേനി നാജാലി തെല്ലിസി. അടുത്ത അഞ്ചാമത്തെ സംഗതിയിലോട്ട് പോകാം. നഗുമോ ഓമോ ഗനലേനി നഗുമോ ഓമോ നിസഗ സ നഗുമോ ബനിസ നിസഗ നഗുമോ ഓമോ ഗനലേനി സ സ സ സമഗ സമഗ സനി നി ന
మగరిస నాజలి తెలిసి తెలిసి അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. తెలిసి തെലി നിസ നിസ ക്രിസ తెలిసి സഗമ മഗമ പദമ എന്ന് വരും. അപ്പം നഗുമോ ഓ മോഗനലേനി നാജലി തെലി തെലിസി നഗുമോ നഗുമോ ഓ മോഗനലേനി നാജലി തെലിസി. ഇപ്പം അടുത്ത ഒരു സംഗതിയുണ്ട്, ആറാമത്തെ സംഗതിയുണ്ട്. നഗുമോ മോഗനലേനി. അവിടെ കഴിഞ്ഞിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. നാജ നാജലി തെലിസി നാ പനി സരി സനി ഗമ ഗമ പദമ മഗരിസ നാ നാജലി തെലിസി. അത് അഞ്ചാമത്തെ പോലെ തന്നെ വരും. അപ്പം നഗുമോ ഓ മോഗനലേനി നാജലി തെലിസി. വൺസ് പാടുക. അത് കഴിഞ്ഞിട്ട് നനുബ്രോ അടുത്ത വരിയിലേക്ക്. നനുബ്രോ ശ്രീ രഘുവരനി നനുബ്രോ നനുബ്രോ പവന ഓ പവനി സരിസ ഓ പനി സരിസ നീദ മമ ഓ ദമ മഗരി സരി ഗരി പമഗരി സ. ശ്രീ രഘുവരനി പമഗരി സ നി സ ഗമ നനുബ്രോ ശ്രീ രഘുവരനി. 2 times പാടുക. പിന്നെ അടുത്ത സംഗതി നനുബ്രോ ശ്രീ രഘുവരനി. അപ്പം നിസരിത ബസരിത ബമരിത ബമഗനി സഗമപ. അതും 2 തവണ പാടുക. നനുബ്രോ ശ്രീ രഘുവരനി നനുബ്രോ ശ്രീ രഘുവരനി. അതിൻ്റെ അവസാനത്തെ സംഗതി നനുബ്രോ ശ്രീ രഘുവരനി ഗരി സരിത ബരി സരിത പമ സരിത പമ ഗരിത പമ ഗരി സഗ സഗമ നനുബ്രോ. അപ്പം ഇത് വൺസ് പാടിയിട്ട് പല്ലവിയിലേക്ക് പോകും. നഗുമോ മോഗനലേനി നാജലി തെലിസി നനുബ്രോ ശ്രീ രഘുവരനി
ഇതാണ് ഇതിൻ്റെ പല്ലവി. ഓൾമോസ്റ്റ് നൊട്ടേഷൻ ഇങ്ങനെയാണ് ഈ പാഠത്തിൻ്റെ. പലരും പല പാഠങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഓരോ ഗുരുക്കന്മാരും ഓരോ പാഠമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിച്ച പാഠം ഇങ്ങനെയാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ചെയ്തത് എന്ന് വിചാരിക്കുന്നു.